യുഎസിലെ മിസോറിയിലെ മഹൽ വില്ലയിലുള്ള പ്രാന്തപ്രദേശത്തെ ഞെട്ടിച്ച് ഒരു അലാറം മുഴങ്ങി. ഇത് തങ്ങൾക്കുള്ള അറിയിപ്പാണെന്ന് മനസ്സിലാക്കിയ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തന്നെ അവിടേക്കെത്തി. സ്റ്റേഷന്റെ ചുമലിൽ സ്ഥാപിച്ച ഒരു പെട്ടി. ആ പെട്ടിക്കുള്ളിൽ ഒരു കൊച്ചു ജീവന്റെ തുടിപ്പ് ആ ഉദ്യോഗസ്ഥർക്ക് കേൾക്കാമായിരുന്നു. ആ പെട്ടി തുറന്നപ്പോൾ അതിലൊരു പെൺകുഞ്ഞിനെയായിരുന്നു അവർ കണ്ടത്. സ്വന്തം കുഞ്ഞിനെ ഒരു പിതാവെടുക്കുന്ന സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഉദ്യോഗസ്ഥർ ആ കുഞ്ഞിനെയും കൈകളിലെടുത്തു. അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഈ ബോക്സ് ബേബി ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ചില അമ്മമാർ സ്വന്തം കുഞ്ഞിനെ യാതൊരു മനസാക്ഷിയുമില്ലാതെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ജീവൻ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നതിനായി പ്രോലൈഫ് സംഘടനകളുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് യുഎസിലെ ചില സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരാശയം നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് നിരവധി കുഞ്ഞുങ്ങളെ ബേബി ബോക്സ് വഴി രക്ഷിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ആശുപത്രികൾ, ഫയർ സ്റ്റേഷനുകൾ എന്നിങ്ങനെ യുഎസിലെ നിരവധി ഇടങ്ങളിൽ ബോക്സ് ഇതിനോടകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോക്സിനുള്ളിൽ കുഞ്ഞിനെ കിടത്തി വാതിലടച്ച അടുത്ത നിമിഷം ഒരു അലാറം മുഴങ്ങും. ഉടൻ തന്നെ അധികൃതർ എത്തി ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആരോഗ്യസ്ഥിതികൾ പരിശോധിച്ച ശേഷം ആർക്കെങ്കിലും കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിയമപരമായി അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യും. ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ കരുതിയതിലും വലിയ പ്രശ്നമാണിതെന്ന് നമ്മൾ അംഗീകരിക്കണം. ഈ പെട്ടി വെച്ചപ്പോൾ ഇതിനെ ചോദ്യം ചെയ്ത ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല, ആരും അത് ഉപയോഗിക്കാൻ പോകുന്നുമില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർക്കതിനുള്ള ഉത്തരമാണ് രക്ഷിക്കപ്പെടുന്ന ഓരോ ജീവനുമെന്നായിരുന്നു മെഹൽവില്ലയിലെ സീനിയർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ബ്രയാൻ ഹെൻഡ്രിക്സ് പറഞ്ഞത്. രാജ്യത്തെ കൂടുതൽ സംസ്ഥാനങ്ങൾ ബേബി ബോക്സുകൾക്ക് അംഗീകാരം നൽകുന്ന നിയമങ്ങൾ പാസ്സാക്കണമെന്ന് പ്രോലൈഫ് സംഘടനകൾ സമീപ വർഷങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെർജീനിയ, മിസിസിപ്പി, ന്യൂ ഹാംപ്ഷയർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സമീപ വർഷങ്ങളിൽ ബോക്സുകൾ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു.